ഹായ് ഹലോ വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി റംദാൻ സ്പെഷ്യലായിട്ടുള്ള റെസിപ്പിയാണ്. റംദാൻ ടൈമിന് നമുക്ക് ഫ്രീസറിലെല്ലാം സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന 3 സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് നമ്മൾ വന്നിന്. റംദാനിൽ മാത്രമല്ല കേട്ടോ, ബാക്കിയുള്ള ടൈമിലും നമുക്കിതുപോലെ തന്നെ ഫ്രീസ് ചെയ്ത് വെക്കാൻ പറ്റുന്ന റെസിപ്പി ആയിട്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കണ്ടുനോക്കുക. ഫസ്റ്റ് വൺ ബട്ടർ ചിക്കൻ സ്പ്രിംഗ് റോൾ റെസിപ്പി ആയിട്ടാണ് വന്നത്. അതിന് വേണ്ടിയിട്ട് എല്ലില്ലാത്ത പീസ് ചിക്കൻ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ബൗളിൽ മാറ്റി വെച്ചിന്. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനിയിപ്പം ഒരു 10 മിനിറ്റ് വരെ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. റെസ്റ്റ് ചെയ്യാൻ വെക്കാൻ സമയമില്ലെങ്കിൽ ഡയറക്റ്റായിട്ട് ഫ്രൈ ആക്കിയെടുത്താലും കുഴപ്പമില്ല കേട്ടോ. ഇതിപ്പം ഞാൻ 10 മിനിറ്റ് വെക്കുന്നുണ്ട്. ഇനിയിപ്പം അടുത്തത് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കാൻ വേണ്ടി തുടങ്ങാം. അതിനായിട്ട് 2 ടേബിൾ സ്പൂൺ അളവിൽ ബട്ടർ ഇട്ട് കൊടുത്തേ. അടുത്തത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളിയാണ്. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഉള്ളി നല്ലോണം ചെറുതായിട്ട് ഇതുപോലെ ചെറിയ പീസായിട്ട് വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ആ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക് ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഉള്ളിൻ്റെ കളറ് നല്ലോണം മാറി വരണം കേട്ടോ. അടുത്തത് ഒരു തക്കാളി, ചെറിയ തക്കാളി മതി കേട്ടോ. വലുതാണെങ്കിൽ അതിൻ്റെ പകുതി മതി. ഇനിയിപ്പം 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടി, 1 ടീസ്പൂൺ അളവിൽ ചിക്കൻ മസാല പൗഡറില്ലേ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് മൊത്തത്തിലായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി തക്കാളിയെല്ലാം നല്ലോണം ഉടഞ്ഞു വരണം. ഇനിയിപ്പം അടുത്തത് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനില്ലേ അത് ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൊത്തത്തിലായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് ഫുള്ളായിട്ട് മിക്സാക്കി കഴിഞ്ഞാൽ ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ. ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ മസാല പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി അടച്ച് വെച്ചിട്ട് ചിക്കൻ വേവിച്ചെടുക്കുക. അങ്ങനെ ഒരു 10 മിനിറ്റെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാനിപ്പം തുറന്ന് നോക്കുന്നത്. ചിക്കനെല്ലാം അത്യാവശ്യം നല്ലോണം കുക്കായി വന്നിന്. ഉള്ളിയെല്ലാം കണ്ട നല്ലോണം വാടി വന്നിന്, തക്കാളി ഉള്ളിയെല്ലാം. അതിന് അടുത്തത് കസൂരി മേത്തി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ അളവിലാണ്. മല്ലിയിലയും 1 ടീസ്പൂൺ അളവിൽ ഗരം മസാല പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ലാസ്റ്റ് ഉണ്ടല്ലോ ഫ്രഷ് ക്രീം ഇല്ലേ അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് 1 ടീസ്പൂൺ മാത്രം മതി, കുറേയൊന്നും വേണ്ട. നല്ലോണം ഗ്രേവി ആയിട്ട് വേണ്ടല്ലോ, നമ്മളിത് മസാല ആക്കിയിട്ട് എടുക്കുന്നില്ല സ്നാക്സിന് വേണ്ടിയിട്ട്. അപ്പോൾ 1 ടീസ്പൂൺ മാത്രം മതി. ഫ്രഷ് ക്രീം ഇല്ലെങ്കിൽ 1 ടീസ്പൂൺ അളവിൽ പാൽ ചേർത്ത് കൊടുത്താലും മതി. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ലാസ്റ്റ് കുറച്ചും കൂടി മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ബട്ടർ ചിക്കന് വേണ്ടിയിട്ടുള്ള സ്പ്രിംഗ് റോളിന് വേണ്ടിയിട്ടുള്ള മസാല റെഡിയായി. അടുത്തത് നമുക്കിത് സ്പ്രിംഗ് റോളിൻ്റെ ഷീറ്റാണ് കേട്ടോ. ഞാനിപ്പം ഷീറ്റിലാണ് ചെയ്തെടുക്കുന്നത്. ഷീറ്റ് ഞാനിപ്പം പറയുന്ന പോലെ തന്നെ 1 മണിക്കൂർ മുന്നേ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, നല്ലോണം അതിൻ്റെ ഐസെല്ലാം പോകാൻ വേണ്ടിയിട്ട്. 1 മണിക്കൂർ മുന്നേ ഷീറ്റ് പുറത്തെടുത്ത് വെച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് ഷീറ്റ് ഇളക്കിയെടുക്കാൻ വേണ്ടി പറ്റൂ കേട്ടോ. അല്ലെങ്കിൽ ഉണ്ടല്ലോ പെട്ടെന്ന് ഷീറ്റ് മുറിഞ്ഞു പോവും ഐസ് കൊണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്, നല്ല ഇലക്ക് കിട്ടുകയും ചെയ്യില്ല. പിന്നെ ഒരു കാര്യം, നമ്മൾ ഷീറ്റ് പുറത്തെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു നനഞ്ഞ ടവൽ വെച്ചിട്ട് അതിൻ്റെ മേലൊന്ന് കവറാക്കി എടുക്കണം. കാര്യം നമ്മൾ അങ്ങനെ തന്നെ തുറന്നിട്ട് കഴിഞ്ഞാലുണ്ടല്ലോ ഷീറ്റ് പെട്ടെന്ന് ഡ്രൈ ആയി പോവും. പിന്നെ ഇങ്ങനെ മടക്കിയെടുക്കുമ്പം പൊട്ടിപ്പോവും. ആ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കുക. എന്നിട്ട് പിന്നെ ഇപ്പോൾ വീഡിയോ കാണുന്ന പോലെ റോൾ ചെയ്തെടുക്കുക. ഇനി ബാക്കിയുള്ളതും ഇതാ അങ്ങനെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. ഷീറ്റ് വെച്ച് കൊടുത്തിട്ട് അപ്പോൾ തന്നെ അതിൻ്റെ മേൽ കവറാക്കി എടുക്കണം കേട്ടോ. ആ ഒരു കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇതാ മസാല 1 ടീസ്പൂൺ അളവിൽ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ റോളാക്കി എടുക്കുന്നുണ്ട്. മൈദൻ്റെ ആ ഒരു മിക്സിങ് ഒന്ന് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് സൈഡിലായിട്ട് ആക്കി കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതാ ബാക്കിയുള്ളതും അങ്ങനെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ സ്പ്രിംഗ് റോളും റോളാക്കി എടുത്തിന് ഇനിയിപ്പോൾ ഇത് ഒരു ബോക്സിലാക്കിയിട്ട് വെക്കണം. നമ്മളിതുപോലെ സ്നാക്സ് എല്ലാം ബോക്സിലാക്കി വെക്കുന്ന ടൈം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ബോക്സ് നല്ലോണം ഉണങ്ങണം കേട്ടോ. നല്ലോണം ഡ്രൈ ആക്കി എടുത്താൽ മാത്രമേ നമ്മളിങ്ങനെ ഡ്രൈ ആയതിനു ശേഷം മാത്രമേ സ്നാക്സ് ഇങ്ങനെ വെക്കാൻ പറ്റൂ. നനവൊന്നും ഉണ്ടാവാൻ പറ്റൂല.
പിന്നെ ഒരു കാര്യം, നമ്മളിത് ഫ്രൈ ചെയ്യുന്നതിന് 1 മണിക്കൂർ മുന്നേ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് പുറത്ത് വെക്കണം. ആ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അങ്ങനെ ഇത് ഒരു കണ്ടെയ്നർ ബോക്സിലാക്കിയിട്ട് വെക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് ഫ്രീസറിൽ വെക്കും. ഇത് ഏകദേശം ഒരു 2 വീക്സ് വരെ കേടില്ലാണ്ട് നിൽക്കും കേട്ടോ. ഇനി അടുത്തത് നമുക്ക് ഇറച്ചിപ്പത്തൽ, നമ്മൾ കണ്ണൂർക്കാർ സ്പെഷ്യലായിട്ടുള്ളൊരു സ്നാക്സ് റെസിപ്പിയാണ് കേട്ടോ ഇത്. ഏകദേശം എല്ലാവർക്കും അറിയുന്ന റെസിപ്പി തന്നെ ആയിരിക്കും ഇത്. എന്നാലും വീട്ടിലെടുക്കുന്ന സമയത്ത് ഒന്ന് ഷെയർ ആക്കിയെന്നേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ട് മസാല റെഡിയാക്കാൻ വേണ്ടി പോന്നാൽ ഉള്ളി ഇട്ട് കൊടുത്തിന്, പിന്നെ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇനി ഉള്ളീൻ്റെ കളർ മാറി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അടച്ച് വെച്ചിട്ടാണ് കേട്ടോ കുക്കാക്കി എടുത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട്. അങ്ങനെ ഇത് ഉള്ളിൻ്റെ കളറെല്ലാം നല്ലോണം മാറി വന്നതിന് ബീഫ് വെച്ചിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. ഇനി അടുത്തത് ബീഫ് മസാല പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് 1 ടീസ്പൂൺ അളവിൽ. 1 ടീസ്പൂൺ ഗരം മസാല പൗഡർ. നമ്മൾ ബീഫ് വേവിച്ച ആ ഒരു സ്റ്റോക്കില്ലേനാ, അത് കുറച്ച് ബാക്കിയുണ്ട്, അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മൊത്തത്തിലായിട്ട് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. ലാസ്റ്റ് ബീഫും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ബീഫ് ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടിയെല്ലാം ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്ത ബീഫാണ്. എന്നിട്ട് മിക്സിയിലിട്ടിട്ട് ഒന്ന് കറക്കിയെടുത്തതാണ്. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് മൊത്തത്തിലായിട്ട് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് സമയം കൂടി അടച്ച് വെച്ചിട്ട് കുക്കാക്കി എടുക്കുന്നുണ്ട്, ആ ബീഫിലെല്ലാം മസാല പിടിക്കാൻ വേണ്ടിയിട്ട്. ലാസ്റ്റ് ചെറുനാരങ്ങൻ്റെ നീരും കൂടി ആയി കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മല്ലിയിലും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പം ഇറച്ചിപ്പത്തലിന് വേണ്ടിയിട്ടുള്ള മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അടുത്തത് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഡോ ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് മൈദപ്പൊടി ഇട്ട് കൊടുത്തിനെ. ഇനി ഇത് നമ്മൾ സാധാ ചപ്പാത്തി പൂരിയെല്ലാം കുഴച്ചെടുക്കുന്നത് പോലെ ഉപ്പിട്ട് കൊടുത്തിട്ട് വെള്ളത്തിൽ ആവശ്യാനുസരണം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കുക. നല്ലോണം ലൂസാവാൻ പറ്റൂല കേട്ടോ, നമ്മൾ ചപ്പാത്തിക്കെല്ലാം കുഴച്ചെടുക്കുന്നത് പോലെ തന്നെ. ഈ ഒരു മാവുണ്ടല്ല വേറൊരു സ്നാക്സിനും കൂടിയിട്ട് അങ്ങനെ ഒക്കെ തന്നെ കുഴച്ചെടുക്കുന്നതാണ് കേട്ടോ. കോഴിക്കാലിൻ്റെ റെസിപ്പിയും കൂടി ഇതിൽ കാണിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടും കൂടിയുള്ളൊരു ഡോയാണ് കേട്ടോ ഇത്. അങ്ങനെ കുഴച്ചെടുത്തിട്ടുണ്ട്. റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ തന്നെ നമുക്കിത് പരത്തിയെടുക്കാം. ഇനി ഇതിന് ചെറിയ ബോൾസ് ആക്കി എടുക്കുന്നുണ്ട്. നല്ല വലിയ സൈസായിട്ടുള്ള ബോൾസ് ആക്കി എടുക്കണ്ട, നമ്മൾ ചപ്പാത്തിൻ്റെ അത്രയും വേണ്ട കേട്ടോ, അതിൽ ചെറുത് മതി. ഇനി ഇത് മൈദപ്പൊടി ഇട്ടിട്ട് ഒന്ന് പരത്തിയെടുക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നല്ലോണം തിന്നായിട്ട് വേണം പരത്തിയെടുക്കാൻ. നമ്മൾ ഇറച്ചിപ്പത്തലുണ്ടല്ലോ നല്ല കട്ടിയായിട്ട് ആക്കി കഴിഞ്ഞാലുണ്ടല്ലോ, നമ്മൾ ഫ്രൈ ചെയ്തതിന് ശേഷം കഴിക്കുന്ന സമയത്ത് ഭയങ്കര വലിഞ്ഞു പിടിക്കുന്ന പോലെ ഉണ്ടാവുക. നല്ലോണം തിന്നായിട്ട് നമ്മൾ പരത്തിയെടുത്തിട്ട് ആക്കി കഴിഞ്ഞാലുണ്ടല്ലോ നല്ല സോഫ്റ്റായിട്ട് ഉണ്ടാവുക. അതുകൊണ്ട് നല്ലോണം തിന്നായിട്ട് വേണം ഇറച്ചിപ്പത്തലിനെല്ലാം പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നല്ലോണം തിന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ വീഡിയോയിൽ കാണിക്കുന്ന പോലെ 2 സൈഡിലും മാവ് ആക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു കട്ടർ വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഈ കട്ടർ ഇല്ലെങ്കിൽ കത്തി വെച്ചിട്ടായാലും കട്ട് ചെയ്താലും മതി. അതിപ്പം ആ ഒരു സൈഡിലൊരു ഡിസൈൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ഒരു കട്ടർ വെച്ചിട്ട് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നതേ ഉള്ളൂ കേട്ടോ. ഇങ്ങനെ ഒന്ന് കവറാക്കി എടുത്തിട്ട് ഇതിൻ്റെ സൈഡിൽ കട്ടാക്കി കൊടുക്കുക. ഇങ്ങനെ ആക്കിയെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലല്ല, നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കുക കേട്ടോ, അല്ലെങ്കിൽ ഏത് ഡിസൈനിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കുക. സാധാരണ നമ്മൾ കണ്ണൂക്കാരെ ഇറച്ചിപ്പത്തൽ എന്ന് പറയുമ്പം ഈ ഒരു ഷേപ്പിലാണ് ഉണ്ടാവുക. ഈ ഒരു ഷേപ്പും പിന്നെ നമ്മളെ സമൂസൻ്റെ ഷേപ്പില്ലേ ആ ഒരു ഷേപ്പിലെല്ലാം ഉണ്ടാകുക. അങ്ങനെ ബാക്കിയുള്ള കട്ട് ചെയ്തിട്ട് ബാക്കിയുള്ള ഡോ ഇപ്പുറത്തേക്ക് മാറ്റുന്നുണ്ട്. കണ്ട, ഇതുപോലെയാണ് ഉണ്ടാവുക. ഈ കട്ടർ തന്നെ വേണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ. നിങ്ങൾക്ക് പിസ്സ കട്ടർ വെച്ചിട്ട് അല്ലെങ്കിൽ കത്തി വെച്ചിട്ട് എല്ലാം ചെയ്യുക. ഇതിപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡിസൈനിന് മാത്രം ഞാൻ ആക്കിയെടുക്കുന്നതാണ്. ഇനി ആയതെല്ലാം ഇതുപോലെ ഒരു ട്രയലാക്കുന്നുണ്ട്. ട്രയല വെക്കുന്ന സമയത്ത് അതിൻ്റെ ട്രയലിന് മേലായിട്ട് മൈദപ്പൊടി ഒന്ന് ആക്കി കൊടുത്തിട്ട്, കാര്യം ഒന്ന് ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ആക്കി കൊടുത്തതാണ്. എല്ലാ ഇറച്ചിപ്പത്തലും ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതുണ്ടല്ലോ, നമ്മൾ കണ്ടെയ്നർ ബോക്സിലാക്കി എടുക്കുന്നതിന് മുന്നേ ആയിട്ട് ഇതൊന്ന് പാനിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് ചൂടാക്കി എടുക്കണം, വാട്ടിയെടുക്കണം. കാര്യം ഇതപ്പടെ അങ്ങനെ തന്നെ ബോക്സിൽ വെച്ച് കഴിഞ്ഞാൽ പറ്റിപ്പിടിക്കുമല്ലോ. അതിന് വേണ്ടിയിട്ടൊരു പാൻ വെച്ചിന് നല്ലോണം ചൂടായി വന്നാൽ ഈ പാനിൽ ഇട്ട് കൊടുത്തിട്ട് സൈഡും ഇപ്പുറത്തെ സൈഡിലും ഒന്ന് വാട്ടിയെടുക്കുക. അത്രയേ ഉള്ളൂ കേട്ടോ.
പിന്നെ ഉണ്ടല്ലോ നമ്മളെ കണ്ണൂർ ഭാഗത്തെല്ലാം പണ്ട് കാലങ്ങളിലെല്ലാം ഒഴിച്ചുവിടാൻ പറ്റാത്ത, അതായത് സൽക്കാരങ്ങളിലായാലും നോമ്പിൻ്റെ സമയത്ത് ഇപ്പോൾ നമ്മളെ കണ്ണൂർ ഭാഗത്ത് മെയിനായിട്ട് ആക്കുന്ന ഐറ്റത്തിൽ ഒരു ഐറ്റം ഇത് തന്നെയാണ് കേട്ടോ, ഇറച്ചിപ്പത്തൽ. ഇതില്ലാണ്ട് നമ്മൾ കണ്ണൂർക്കാർക്ക് ഒരു നോമ്പ് തുറ ഉണ്ടാവില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതിൽ പെട്ട ഒരു സ്നാക്സ് ഐറ്റംസ് ആണ് കേട്ടോ ഇത്. നല്ല ഭയങ്കര ടേസ്റ്റോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കനിലും ഇത് ചെയ്യാം കേട്ടോ. അങ്ങനെ രണ്ട് സൈഡും ഒന്ന് ചൂടാക്കി എടുക്കാനുണ്ട്. ഒന്ന് പരസ്പരം നമ്മളിത് കണ്ടെയ്നർ ബോക്സിലാക്കുന്ന സമയത്ത് പരസ്പരം ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്ന് ചൂടാക്കി എടുക്കുന്നത്. നല്ലോണം ചൂടാക്കി എടുക്കണം കേട്ടോ, ആ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അങ്ങനെ ഇറച്ചിപ്പത്തിൽ ഇതാ നല്ലോണം ചൂടാക്കി എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളതും അങ്ങനെ തന്നെ രണ്ട് സൈഡും ചൂടാക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ ഇറച്ചിപ്പത്തലും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ കണ്ടെയ്നർ ബോക്സിലാക്കിയിട്ട് വെക്കാം. ഇങ്ങനെ നമ്മൾ എടുക്കുന്ന സമയത്ത് നല്ല ഡ്രൈ ആയിട്ട് ഉണ്ടാവണം, അതാണ് കേട്ടോ. അങ്ങനെയാണ് വേണ്ടത്. ഇനിയിപ്പോൾ ഇത് ബോക്സിലാക്കി വെക്കുന്നതിന് മുന്നായിട്ട് ഇതിൻ്റെ താഴെ ആ ബോക്സിൻ്റെ അടിഭാഗത്തുണ്ടല്ലോ ഒരു അലൂമിനിയം ഫോയിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ റാപ്പർ വെച്ചിട്ടോ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. ഒന്ന് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒട്ടിപ്പിടിക്കുകയൊന്നും ചെയ്യില്ല, കുറച്ചും കൂടി ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ വെച്ചിന്. ഇനി രണ്ടാമത് മേൽ വെക്കുന്ന സമയത്ത് ഞാനൊന്ന് റാപ്പർ വെച്ചിട്ട് ഒന്ന് കവറാക്കി എടുത്തതിന് ശേഷമാണ് ഇതിൻ്റെ മേൽഭാഗത്ത് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ ഇട്ടാലും ഒട്ടിപ്പിടിക്കുകയൊന്നും ചെയ്യില്ല. ഇത് എടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് പെട്ടെന്ന് ഇളക്കി കിട്ടാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് അങ്ങനെ റാപ്പ് ചെയ്ത് വെച്ചതാ. ഇത് ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. ഏകദേശം 2 ആഴ്ച വരെ ഇതും ഒരു കേടുമില്ലാണ്ട് സ്റ്റോറാക്കി ഫ്രീസറിൽ വെക്കും കേട്ടോ. ഇത് ഫ്രൈ ആക്കുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1 മണിക്കൂർ മുന്നേ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് പുറത്ത് വെക്കുക. അടുത്തത് കോഴിക്കാലിൻ്റെ റെസിപ്പിയാണ്. ഒറിജിനൽ കോഴിക്കാലിൻ്റെ റെസിപ്പിയൊന്നുമല്ല കേട്ടോ, നമ്മളിവിടെയെല്ലാം അങ്ങനെയാണെന്ന് പറയൽ. അതിന് വേണ്ടിയിട്ട് ക്യാബേജ് ചെറിയ ഫുഡ് പ്രോസസ്സറിലിട്ടിട്ട് ഒന്ന് ചോപ്പറിലിട്ടിട്ട് ഒന്ന് കറക്കിയെടുത്തതാണ്. നല്ലോണം പൊടിങ്ങനെ ആയിട്ട് കട്ട് ചെയ്ത് മാറ്റണം. പിന്നെ മയോണൈസ് ആയി കൊടുക്കുന്നുണ്ട്. പിന്നെ ചിക്കനൊന്ന് ഫ്രൈ ആക്കി എടുത്ത ചിക്കനാണ്, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ ടൊമാറ്റോ സോസും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഫുള്ളായിട്ട് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. നമ്മൾ ഷവർമയെല്ലാം ഉണ്ടാക്കുന്നില്ലേ അതുപോലെ തന്നെ. ഓവറായിട്ട് മയോണൈസ് വേണ്ട കേട്ടോ, കാരണം നമ്മളിത് ഫ്രൈ ആക്കുന്ന സമയത്ത് ഓവറായിട്ട് മയോണൈസ് ഉണ്ടായിക്കഴിഞ്ഞാൽ മയോണൈസ് പുറത്ത് വരും. അപ്പോൾ അത്രയൊന്നും വേണ്ട. പിന്നെ ഒരു കാര്യം, ഇത് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ഡോ ഇല്ലേ, അത് തന്നെയാണ് ഇറച്ചിപ്പത്തലിനെടുത്ത ഡോ ഇല്ലേ, അത് തന്നെയാണ്. അത് നല്ലോണം തിന്നായിട്ട് നമ്മൾ പൂരിക്കെല്ലാം പരത്തുന്ന പോലെ നല്ലോണം തിന്നായിട്ട് വേണം പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ വീഡിയോ കാണുന്ന പോലെ നിങ്ങൾ ചെയ്യുക. ഫ്രഞ്ച് ഫ്രൈസ് എടുത്തിനെ, ഇതിപ്പം ഞാൻ ഫ്രീസറിൽ നിന്ന് എടുത്ത ഫ്രഞ്ച് ഫ്രൈസാണ് കേട്ടോ. നിങ്ങൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്ന ഫ്രഞ്ച് ഫ്രൈസ് ആണെങ്കിൽ ഉണ്ടല്ലോ 2 മിനിറ്റ് മാത്രം നിങ്ങളൊന്ന് ബോയിൽ ചെയ്തെടുത്താൽ മതി. ഓവർ ടൈം അത് ഫ്രഞ്ച് ഫ്രൈസ് കുക്കാക്കി എടുക്കണ്ടേ. നമ്മൾ ഉരുളക്കിഴങ്ങ് ഒന്ന് ബോയിൽ ചെയ്തെടുക്കൂലേ, അങ്ങനെ അത് ഓവർ ടൈം വേവിച്ചെടുക്കണ്ട. 2 മിനിറ്റ് മാത്രം മതി. ഇങ്ങനെ ഒന്ന് സ്റ്റിക്കായിട്ട് ആക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒരു കോഴിക്കാലിൻ്റെ എല്ലാം ആ ഒരു ഷേപ്പില്ലേ അങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നല്ലോണം വേവിച്ചെടുത്തതിനാലുണ്ടല്ലോ നല്ലോണം ഇങ്ങനെ സ്റ്റിക്കായിട്ട് നിൽക്കില്ല, അതുകൊണ്ടാണെന്ന് പറഞ്ഞ് 2 മിനിറ്റ് മാത്രം വേവിച്ചെടുത്താൽ മതി. എന്നിട്ടിപ്പോൾ ഞാനിപ്പോൾ വീഡിയോ കാണുന്ന പോലെ തന്നെ ചെയ്തെടുക്കുക. ഫ്രഞ്ച് ഫ്രൈസ് എടുത്തിട്ട് ഇതുപോലെ സ്റ്റിക്കായി കൊടുക്കുക. എന്നിട്ട് ബാക്കിയുള്ള ആ ഒരു ഡോയെല്ലാം അതിലൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇങ്ങനെ ഒട്ടിച്ചെടുക്കുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നല്ലോണം തിന്നായിട്ട് വേണം ഇതിൻ്റെ ഡോ പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നല്ലോണം കട്ടിയായിട്ട് പരത്തിയെടുത്ത് കഴിഞ്ഞാലുണ്ടല്ലോ ഇത് വേവിച്ചെടുക്കാൻ കുറേ ടൈം എടുക്കും, കാരണം ഇത് മൈദയല്ലേ, അതുകൊണ്ടാണ്. എന്നിട്ട് ഒരു കോഴിക്കാലിൻ്റെ എല്ലാം ഷേപ്പാക്കി മാറ്റാം. ഏകദേശം കാണുമ്പം ഒരു കോഴിക്കാലിൻ്റെ ഒരു ലുക്കെല്ലാം ഉണ്ട്. അങ്ങനെ എല്ലാം ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് മുട്ടൻ്റെ മിക്സിൽ
ഡിപ്പ് ചെയ്തിട്ട് വേണം ബ്രെഡ് ക്രംസിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് മുട്ടൻ്റെ മിക്സിൽ മുക്കിയെടുക്കുക, എന്നിട്ട് പിന്നെ ബ്രെഡ് ക്രംസിൽ കോട്ടാക്കി എടുക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ ഞാനിപ്പം പറയുന്ന പോലെ തന്നെ മുട്ടൻ്റെ മിക്സ് ആക്കിയെടുത്ത ആ ഒരു കൈ തന്നെ ബ്രെഡ് ക്രംസിൽ കോട്ടാക്കി എടുക്കാൻ പറ്റൂല കേട്ടോ. അങ്ങനെ ആകുമ്പം ക്രംസ് പെട്ടെന്ന് മോശമായി പോവും. ബാക്കിയുള്ളതും അങ്ങനെ തന്നെ ചെയ്തെടുക്കുക. എന്നിട്ട് പിന്നെ ഇതിന്നും ഒരു ഷേപ്പാക്കി എടുക്കുക. ആ ഒരു കോഴിക്കാലിൻ്റെ എല്ലാം ഷേപ്പാക്കി എടുക്കുക. നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് ആ സ്റ്റിക്കാക്കി എടുത്ത ആ ഒരു ഭാഗം ഉണ്ടല്ലോ, ആ ഒരു സൈഡ് ഉണ്ടല്ലോ, അത് നല്ലോണം ഒട്ടിച്ചു കൊടുക്കണേ. അല്ലെങ്കിൽ പിന്നെ ഇത് എണ്ണയിൽ ഫ്രൈ ആക്കുന്ന സമയത്ത് മസാല ഫുള്ളായിട്ട് പുറത്ത് വരും. ആ ഒരു കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ലോണം സ്റ്റിക്കായി കൊടുക്കണം. അങ്ങനെ എല്ലാ കോഴിക്കാലും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതും നമുക്കിതാ കണ്ടെയ്നർ ബോക്സിലാക്കിയിട്ട് വെക്കാം. ഇത് വെക്കുന്ന സമയത്തുണ്ടല്ല, ഇതിൻ്റെ മേലിലായിട്ട് എന്തായാലും ഇതുപോലൊരു റാപ്പർ വെച്ച് കൊടുക്കണം. അല്ലെങ്കിൽ ഇത് ഫ്രീസ് ചെയ്ത് റാപ്പ് ചെയ്ത് വെക്കാണ്ടിരുന്നതിനാൽ ഫ്രീസ് ചെയ്തിട്ട് നല്ലോണം പരസ്പരം ഒട്ടിപ്പിടിക്കും. അന്നേരം ആ മാവ് അപ്പുറം ഇപ്പുറം ഇളകി വരും. അതുകൊണ്ടാണ് റാപ്പർ ഇതിൻ്റെ മേൽ വെച്ച് കൊടുക്കണം എന്ന് പറയുന്നത്. റാപ്പറായാലും അലൂമിനിയം ഫോയിലായാലും ഏതായാലും കുഴപ്പമില്ല. അങ്ങനെ ഇതും നമുക്കിനി ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. ഇതും അങ്ങനെ തന്നെ. ഇത് 2 ആഴ്ച നിൽക്കുമെന്ന് അറിയില്ല കേട്ടോ. ഒരാഴ്ച വരെ ഞാൻ ഫ്രീസറിൽ സ്റ്റോർ ആക്കി വെച്ചിന്. ഇനി നമ്മൾ നേരത്തെ ആക്കി വെച്ചിട്ടുള്ള സ്നാക്സ് ഐറ്റംസ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇതിൽ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ആക്കി എടുക്കുക. കാരണം മൈദ മാവല്ലേ, അതുകൊണ്ട് ഒന്ന് നല്ലോണം വേവിച്ചെടുക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ മാവിൻ്റെ കളർ പെട്ടെന്ന് മാറിപ്പോവും. എന്നിട്ട് ആ സ്പ്രിങ് റോളും കൂടി ഫ്രൈ ചെയ്തെടുത്തിന്. അടുത്തത് കോഴിക്കാലാണ്. ഇതും ഫ്രൈ ചെയ്യുന്ന സമയത്ത് കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്കാക്കാൻ വേണ്ടിയിട്ട്, ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ക്രംസ് നല്ലോണം കളറെല്ലാം മാറിയിട്ട് ഉള്ളു വേവാത്ത ഒരു പ്രശ്നം വരും. അതുകൊണ്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. പിന്നെ ഇത് കോരിയെടുക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ കോരിയെടുക്കുക. ക്രംസ് അല്ലേ, അതുകൊണ്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് കോരിയെടുക്കുമ്പോൾ എണ്ണ കുടിക്കുന്ന ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് ഇന്നത്തെ നമ്മളെ റെസിപ്പി എന്ന് പറയുന്നത്. എന്തായാലും സമയം ഇല്ലാത്തവർക്കെല്ലാം റംദാൻ്റെ ടൈമെല്ലാം ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റിയ 3 അടിപൊളി റെസിപ്പീസാണ് നമ്മൾ ഇന്ന് വീഡിയോ ആയിട്ട് ഷെയർ ചെയ്തതിന്. ഇത് മാത്രമല്ല ഇനിയും കുറേ റെസിപ്പീസ് ഉണ്ട് കേട്ടോ. ഉന്നക്കായി, കലുമക്കായി, അങ്ങനെ കുറേ റെസിപ്പീസ് നമ്മൾ അപ്ലോഡ് ചെയ്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ ചാനലിൽ പോയിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഇന്നത്തെ വീഡിയോയുടെ വെച്ച് നിർത്തുന്ന വീഡിയോ ഇഷ്ടമായാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണേ. ഇൻസ്റ്റാഗ്രാം ഫോളോ ആക്കിയില്ലെങ്കിൽ അതും കൂടിയിട്ടൊന്ന് ഫോളോ ആക്കുക. ID കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത നല്ല റെസിപ്പി ആയിട്ടോ വ്ളോഗായിട്ടോ കാണാം. താങ്ക് യു. ബൈ.